ഹായ്, വെൽക്കം ബാക്ക് മൈ ചാനൽ മുനാസ് ടൈം. ഞാനിന്ന് നിൽക്കുന്നത് ആരനാട് കോട്ടയ്ക്കകത്ത് ശംഭു ശങ്കരൻ എന്ന് പറഞ്ഞ ഒരു ഹോട്ടലുണ്ട്. ആ ഹോട്ടൽ എന്ന് വെച്ചാൽ ഫേമസ് ആണ്, മീൻ അതായത് നമ്മളെ ഊണിന് ഫേമസ് ആണ്. രാവിലെ വന്നാലേ എടുക്കാൻ പറ്റുള്ളൂ. അപ്പം ഞാൻ അങ്ങോട്ട് പോവുകയാണ്. ആ ഹോട്ടൽ എന്ന് പറയുമ്പോൾ ഇവിടെ നിന്ന് ഏകദേശം 1 കിലോമീറ്റർ 1 കിലോമീറ്റർ ആകത്തേ ഉള്ളൂ. അതിൻ്റെ കറക്റ്റ് സ്ഥലം ഇതാണ്. കണ്ടല്ലോ, പേരുണ്ടല്ലോ ഇവിടെ നിന്ന്. ഇനി ഞങ്ങൾ അങ്ങോട്ട് പോവുകയാണ്. അവിടെ പോയിട്ട് അവിടെയുള്ള വിശേഷങ്ങൾ നോക്കാം. ഓക്കെ. നമ്മളിപ്പോഴിങ്ങനെ യാത്ര പോണ വഴിയിൽ ഒരു അമ്മച്ചിയുടെ ഒരു ഷോപ്പ് കണ്ട് ജസ്റ്റ് എനിക്ക് കണ്ടപ്പോൾ ഒരു നൊസ്റ്റാൾജി അടിച്ചു. പണ്ട് കാലത്ത് എപ്പോഴോ നമ്മൾ ആ പഴയ കാലത്ത് കണ്ട ഒരു ആ കട ഒന്ന് ജസ്റ്റ് നോക്കാമെന്നുള്ളത്. എന്തൊക്കെയാണുള്ള ഇവിടെ? ചക്ക, വെള്ളരി, എല്ലാം നാടനാണ്. ഇത് നാടനാണ്. നാടൻ മുട്ട അല്ലേ? ഇത് നാടൻ മുട്ട. സൂപ്പർ, അടിപൊളി നാടൻ മുട്ട. ഇത് വാങ്ങിക്കുന്നത് നിങ്ങൾ പല സ്ഥലത്ത് വാങ്ങിക്കുന്നത് അതെങ്ങനെയാണ്? പിന്നെ ഇവിടെ ഇതെന്തിനാണ്? തൈരാ? സ്പെഷ്യലാണ്. ഇത് സ്പെഷ്യൽ ഉണ്ടോ ഈ മോര്? ഈ മോര് ഇത് കൊള്ളാം, അടിപൊളിയാണ്. പക്ഷെ ഈ മോര് ഈ പ്ലാസ്റ്റിക്കിൽ വെക്കാതെ നോക്കും. പ്ലാസ്റ്റിക്കിൽ വെക്കല്ലേ കേട്ടോ. ഈ കുളത്തിൽ ഈ കലത്തിൽ വെക്കണം. കലത്തിൽ വെച്ചാൽ കുറച്ചുകൂടെ നന്നായിരിക്കും. പ്ലാസ്റ്റിക്കിൽ വെക്കുമ്പോൾ മോര് പ്രത്യേക ഇതാണ്, എപ്പോഴും കുളിക്കും. ഇതെല്ലാം നാടൻ പഴങ്ങളാണല്ലേ? ഇത് ഈ നാടൻ കീര ഇവർ തന്നെ കൃഷി ചെയ്തുകൊണ്ട് തന്നെയാണ്. അപ്പം നമ്മൾ സാധാരണ ഇങ്ങനെയുള്ള സംഭവങ്ങൾ സിറ്റിയിലൊന്നും വലുതായിട്ട് കാണാൻ കിട്ടില്ല. ഈ ഉൾപ്രദേശങ്ങളിലേ കിട്ടുള്ളൂ. നല്ല സൂപ്പർ നാടൻ കീരിയാണ്. ഇതിൽ വലുതായിട്ട് വളമൊന്നും ചേർത്തില്ല, കണ്ടാൽ തന്നെ അറിയാം. അപ്പം നമ്മൾ ശംഭു ശങ്കരൻ ഹോട്ടലിലോട്ട് പോവുകയാണ്. ഗോവ റൈറ്റ് സൈഡിലാണ് വഴി. അത് ചെറിയൊരു ബോർഡ് വെച്ചിട്ടുണ്ട്. അപ്പം ആൾക്കാർ ഇത്ര ദൂരം നിന്ന് ഇവിടെ തൊട്ട് ഇതാണ് ഹോട്ടൽ. ഇത്രയേ ഉള്ളൂ സംഭവം. ഉണ്ടോ? ചെറിയൊരു ഹോട്ടലാണ്. ഇത്രയേ ഉള്ളൂ. ഇവിടുത്തെ ആളുണ്ടോ? അപ്പോൾ നമുക്ക് അങ്ങോട്ട് പോവാം. ഒന്നും ആയിട്ടില്ല സംഭവം. കിച്ചണിൽ കയറണം, അതിനാണ് നേരത്തെ വന്നത്. കിച്ചണിലൊന്ന് കയറാം. അപ്പം ഇവിടെയാണ് എൻ്റെ ഹോട്ടല്. വലിയൊരു സംഭവമല്ല, എന്ന് വെച്ചാൽ ഒരു കുറച്ച് ഉൾപ്രദേശത്താണ്. പക്ക നാട്ടിൻ പ്രദേശമാണ്. കണ്ടല്ലോ, പക്ക നാട്ടിൻ പ്രദേശമാണ്. അപ്പോൾ നമുക്ക് എങ്ങനെയോട് നോക്കാം. അവർ കിച്ചണൊന്ന് നോക്കണം. കിച്ചണിൽ നോക്കിയിട്ട് കിച്ചണിൽ അവർ എന്തൊക്കെ ചെയ്യണമെന്ന് നോക്കണം. അതാണ് മെയിൻ. അതിനെക്കുറിച്ച് നേരത്തെ വന്നത്. നമുക്ക് നോക്കാം. അപ്പം നമ്മൾ എത്തിയ സ്ഥലം ഇതാണ്. നമ്മൾ ആഗ്രഹിച്ചു വന്ന സ്ഥലമാണ് ഹോട്ടൽ ശംഭു ശങ്കരൻ. അങ്ങോട്ട് പോവാം. അവർ സംഭവം ഒരുക്കങ്ങളായിട്ടൊന്നും ആയിട്ടില്ല. നമ്മൾ നേരത്തെ വന്നതാണ്. എല്ലാം റെഡിയായിക്കൊണ്ടിരിക്കുകയാണ്. ചിക്കൻ്റെ ഗ്രേവിക്കുള്ള സംഭവം റെഡിയായിക്കൊണ്ടിരിക്കുകയാണ്. ഇത് നമ്മുടെ നാടൻ കോഴിയാണ്, സാധാ കോഴിയാണ്? നാടൻ കോഴിയാണ്. അതാണ് ഇത്ര വേവ്. നാടൻ കോഴി ഇത്ര നല്ല വേവായതുകൊണ്ടാണ് തീരെ അടുത്ത് നിൽക്കാൻ പറ്റും, അത്രയ്ക്ക് ചൂടാണ്. ഇത് എന്താണ്? തോരനുള്ള ഇത് നാടൻ കോഴി വെള്ളത്തിലിട്ട് ഇത് ഉള്ളിയും സവാള എല്ലാം എടുത്തിട്ട് ഒരുപാട് നേരമായിട്ട് വേവിക്കണം. നമ്മൾ സാധാരണ കുക്കറിലൊക്കെ അടിച്ച് എളുപ്പം ചെയ്യും. ഇതങ്ങനെയല്ല. ഇതിൻ്റെ ടേസ്റ്റ് എന്ന് വെച്ചാൽ മെയിനായിട്ട് ഇത് വിറവടുപ്പിൽ വെക്കുന്നതിൻ്റെ ടേസ്റ്റാണ്. ചൂടെടുത്ത് നിൽക്കാൻ വയ്യ. ഇവിടെ ഭയങ്കര ചൂടാണ്. എന്താ നാടൻ കോഴി. ഇനി ലാസ്റ്റിലെ മസാല ചേർക്കുള്ളൂ. ഒരു അര വേവുമ്പോൾ മസാല ചേർക്കുള്ളൂ. അര വേവുമ്പോൾ മസാല ചേർക്കും. ഓക്കെ, ഇനി അങ്ങോട്ട് പോവാം. അപ്പോൾ സംഭവം അതിൻ്റെ അകത്ത് ഇവിടെ മെയിനായിട്ട് നാടൻ കോഴി കറി, നാടൻ കോഴി പെരട്ട്. പിന്നെ വേറെ എന്തെങ്കിലും കൊണ്ടാൽ പറ്റും? വേറെ എന്തൊക്കെ ഐറ്റംസ് ഉണ്ട് ഇവിടെ? സലാഡ്, അച്ചാറും ഗ്രേവി, അത്രേ ഉള്ളൂ. പിന്നെ ഊണിന്റെ കപ്പയും ചോറും മാത്രം. ഇതാണ് ഇവിടുത്തെ സ്പെഷ്യൽ. ഇത്രയും വർഷമായിട്ട് ഇത് തുടങ്ങിയ ആളാണ് മാമ എന്തോ ഇരിക്കുന്നത്. പുള്ളിക്ക് ഓർമ്മ കുറവുണ്ട്. പഴയ ആളാണ്, ഓർമ്മ കുറവുണ്ട്. ഇപ്പൊ പുള്ളിയാണ് ഇതിന്റെ ആള്. പുള്ളിയെ നമുക്ക് എടുക്കാൻ പോകാൻ പറ്റൂല. നമുക്ക് പുള്ളിയെ ഒന്ന് എടുക്കാം. പുള്ളി മാമ ഹായ് കാണിക്കണം. ഇത്ര വർഷമായി തുടങ്ങിയിട്ട്
30 വർഷം കഴിഞ്ഞു, 10-32 വർഷമായി. അന്ന് നാടൻ കോഴി എന്തൊക്കെയാണ് അന്ന് ഇന്നും ഒരേ ക്വാളിറ്റി തന്നെ നാടൻ കോഴി. നാടൻ കോഴിയുടെ കറി തോരനും തോരൻ മാത്രമേ ഉള്ളൂ. അതിന് കുറച്ച് ഇറച്ചി എടുത്ത് കറിയാക്കി തിരിച്ച് തോരനിൽ കോരി അങ്ങിടും. പക്ഷെ ഈ വിറവ് അടുപ്പിൽ വെക്കുന്നതാണ് ഈ ടേസ്റ്റ്. ടേസ്റ്റ്. പിന്നെ മെയിനായിട്ട് ചോറും കപ്പയും. എത്ര മണിക്ക് റെഡി ആവും? 12 മണിക്ക് ആവും. ശരി ശരി, 12 മണിക്ക് ആവുള്ളൂ. നമ്മൾ സമയം ഇപ്പൊ എത്രയായി? ഞങ്ങൾ എന്തായാലും വെയിറ്റ് ചെയ്യാണ്. 12 മണി വരെ ഈ സാധനം ആവണവരെ വെയിറ്റ് ചെയ്യാണ്. വെളിയിൽ വെയിറ്റ് ചെയ്യാം. ഓക്കെ. സംഭവം കണ്ടല്ല, ഭയങ്കര ചൂടാണ്. അത് കയ്യിലടിച്ച് ഭയങ്കര ചൂടാണ്. നാടൻ കോഴി എന്ന് വെച്ചാൽ ഒറിജിനൽ നാടൻ കോഴിയാണ്. ഇതിനെ ഇട്ട് ഇങ്ങോട്ട് വന്ന് ഇതിനെ ഇട്ട് ഈ വെള്ളം ഇതിന്റെ വെള്ളമാണ് ഊരി ഇറങ്ങണം. ആവശ്യത്തിന് കുറച്ച് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. പിന്നെ ഉള്ളിയും പിന്നെ അങ്ങനെ ചതപ്പ് സാധനങ്ങളെല്ലാം ചേർത്തിട്ടുണ്ട്. ഇതിന് വെന്ത് റേയാ വരുമ്പോൾ നമ്മൾ അണ്ണം വന്നിട്ട് ഇതിൽ മസാല ചേർത്തിറക്കും. ഇതിൽ നിന്ന് തന്നെ കുറച്ച് കോഴിയുടെ നാടൻ കോഴിയുടെ കുറച്ച് പീസ് എടുത്തിട്ടിട്ടാണ് അതിശയമായിട്ട് ചൂടാകും. കണ്ടോ, ഇത് ഈ നാടൻ കോഴിയുടെ കുറേ പീസ്, അതായത് ഒരു എൻ്റെ ഒരു 3-4 ഒരു കോഴി 2 കോഴി നാടൻ കോഴി എടുത്ത് ഇതിലിട്ടിട്ട് അതിൽ വെള്ളവും ബാക്കിയുള്ള മസാലകളും വെച്ചാൽ ഉള്ളി, ചെറിയ ഉള്ളി സംഭവങ്ങൾ പിന്നെ ചതപ്പെല്ലാം ചേർത്തിട്ട് നല്ല വെന്ത് പിടിച്ച് വരുമ്പോൾ ഇതിൽ മസാല ചേർക്കും. അങ്ങനെയാണ് മസാല ചേർക്കുന്നത്. അപ്പോൾ അത് വെയിറ്റ് ചെയ്യും. ചൂടത്ത് നിൽക്കണമെങ്കിൽ ഇത്തിരി താക്കത്ത് വേണം. പരുവത്തിന് ഉപ്പിടെയാണ്. കറിയും അതേ ടേസ്റ്റ് വരാൻ വേണ്ടിയാണ് അത് ചെയ്യുന്നത്. നമ്മൾ സാധാരണ കറികളൊക്കെ എന്തിനാണ് ചില കടകളിൽ മഞ്ഞപ്പൊടി, ഒരു പെരിഞ്ചീരപ്പൊടിയാണ് തോന്നുന്നു മസാല. ഇവരെ മസാല മിക്സാണ്, പ്രത്യേക മിക്സ് മസാലയാണ്. വെന്തതിന് ശേഷം മല്ലിപ്പൊടി മുളക് പൊടി ചേർക്കും. വെന്ത് എല്ലാം കൂടെ പിടിക്കും മൊത്തത്തിൽ. ഉള്ളി അങ്ങ് വെന്ത് നല്ല പിടിക്കും. ഭയങ്കരമായ ചൂട് തന്നെ നിൽക്കുന്ന അയ്യര സഹിക്കണം, സമ്മതിച്ചു കൊടുക്കണം. കപ്പ ഇത് റെഡിയാക്കി വെച്ചേക്കാണ്. ഇത് കഴിഞ്ഞ് ഉടച്ച് റെഡിയാക്കി അതിന് തേങ്ങയൊക്കെ ചേർക്കൂല്ലേ? മഞ്ഞപ്പൊടി മാത്രം ചേർക്കുള്ളൂ. നല്ല കിടില മരിച്ചിനാണിത്. നാടൻ കോഴിയുടെ തോരൻ, അതിന്റെ മസാല എപ്പോഴും അമ്മച്ചി തന്നെ ചേർക്കണത്. നമ്മളെ മാവനെല്ലാം അമ്മച്ചിക്ക് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. ഇവർ രണ്ടുകൊണ്ടാണ് ചെയ്തത്. അപ്പോൾ അവരാണ് ഇപ്പോഴും ചേർക്കണത് മസാല. ഉപ്പെല്ലാം എന്താ ഫസ്റ്റിൽ ഉപ്പ് ചേർക്കുകയാണ്. എല്ലാ ഒരേ രീതി തന്നെ മഞ്ഞപ്പൊടി മസാല. ഇതിൽ ഇട്ടേക്കുന്ന സംഭവം വെച്ച് കഴിഞ്ഞാൽ മല്ലിപ്പൊടി, പിന്നെ മുളക് പൊടി. ഇത് എരിയ മുളകാണ്, പിരിയമുളക് മിക്സ് ഉള്ളി പിരിയമുളക് വറുത്ത് വെച്ചിട്ടുണ്ട് അല്ലേ? ചെറുതായിട്ട് വറുത്ത് വെച്ചിട്ടുണ്ട്. ഇത് ഫസ്റ്റ് കട്ടോടും ഇനി ഒരു കട്ടോടും ഉണ്ട്. ഇത് മസാല പിടിച്ചതിന് ശേഷം നമ്മൾ തേങ്ങ ചിരടി ചതച്ച് ചേർക്കും. അതല്ലാതെ ഇടും മിക്സിയിലൊന്നും അടിക്കും, തേങ്ങ മാത്രം, ജീരകം ഇടില്ലല്ലോ. ഇതിന്റെ മെയിൻ ഹൈലൈറ്റ് എന്ന് വെച്ചാൽ ഈ വിറവില് ആരും ചെയ്യൂല. വിറവിൽ ചെയ്യാൻ വലിയ പാടാണ്. വിറവ് ഇപ്പൊ ഈ പറയുമ്പോൾ നിങ്ങൾക്ക് അങ്ങനെ അടുക്കള എങ്ങനെ ഇരിക്കുള്ളൂ. എത്ര അടിപൊളി ചെയ്താലും അടുക്കള ഇങ്ങനെ കരി പിടിച്ചിരിക്കുന്നു വിറവിൽ ചെയ്യുന്നത്. ഒരു ആഴ്ച പോലും തികച്ചിരിക്കൂല കഴുകി ഇറക്കി പിള്ളേര്. അപ്പൊ ഇനി കുറച്ച് സമയം നമുക്ക് വെയിറ്റ് ചെയ്യാം. ഇവിടെ എന്നാ കരിഞ്ഞ് പറന്നു പോകും. ഞാൻ വെളിയിലോട്ട് പോവാം. ഇത് എന്തിനാ ഇങ്ങനെയാന്ന് ചോദിക്കും. ഇത് അടിപൊളിയാണ്. ഫൈനലായിട്ട് ചേർക്കണ സാധനം, തോരന് ചേർക്കണ സാധനം ഇവിടെ അടിച്ചു വെച്ചിട്ടുണ്ട്. ഇതാണ് ഇത് കരിവേപ്പില, പിന്നെ കുറച്ച് കരിവേപ്പിലയും പിന്നെ കുറച്ച് മുളക് പൊടി വേണം തോന്നുന്നു. ഇങ്ങനെ ജസ്റ്റ് ഒന്ന് ചതച്ചാൽ മാത്രമേ മറ്റേ ഇടുമ്പോൾ അതുമായിട്ട് ഊറി പിടിച്ച ഒരു ടേസ്റ്റ് വരുള്ളൂ. പച്ചക്കിട്ട് കഴിഞ്ഞാൽ ഒരു കുരുവരാ കിടക്കും. അതാണ് സംഭവം. ഇത്രയുണ്ട്, ഇത്രയും ചേർക്കും. ഇത് ചേർത്ത് ഇറക്കി കഴിഞ്ഞാൽ സൂപ്പറായിരിക്കും. ഓക്കെ. പിന്നെ കേട്ടതാ പഴയ കോട്ടയാണ് ഇടാണ്. സൂപ്പറാണ് സംഭവം. ഇനി ഇതിൽ കിടന്ന് പിടിച്ച് റെഡിയായി എത്ര സമയം എടുക്കണം? 15 മിനിറ്റ് ആവും. 15 മിനിറ്റ് ഇതെല്ലാം കൂടെ മിക്സ് ചെയ്യും. മിക്സായി വരുമ്പോഴേ സൂപ്പർ തോരനായി. നമ്മളിവിടെ നിന്ന് കഴിച്ചിട്ടേ പോവുള്ളൂ. ഓക്കെ. സംഭവം കണ്ടാ അടി നല്ല തിളച്ച് ആ തിളയിൽ നിന്നിട്ട് നമ്മളെ ഇതുണ്ടല്ലോ, നമ്മളെ തേങ്ങ തിളയിൽ നിന്ന് വെന്തിട്ടുണ്ട്. സൂപ്പറാണ് കണ്ടോ. അത് നോക്കിയാ $35 കിലോ. അപ്പൊ 35 കിലോ എത്ര കോഴി വരും? ഒരു 15 കോഴി വരും. ലൈവ് 35 കോഴി ലൈവാണ് ഈ സാധനം കിടക്കുന്നത്. മണിക്കൂർ ഏകദേശം ഒരു 3/4 മണിക്കൂറാവുന്ന 3/4 മണിക്കൂറായി. 3/4 മണിക്കൂർ ആരെങ്കിലും കടക്കാരന്മാരിങ്ങനെ വെച്ചോണ്ട് നിൽക്കില്ല. ഭയങ്കരമായ തീയും അടുത്താരും നിൽക്കുകയല്ല.
പുള്ളി അത് അഡ്ജസ്റ്റ് ചെയ്ത് നിന്നാണ് ചെയ്യുന്നത്. നല്ല വെന്ത ശേഷം മാത്രമേ കൊടുക്കാവൂ, അല്ലെങ്കിൽ മറ്റേ സാധനം കൊണ്ട് കല്ലിച്ചു. ഇത് ഈ ശംഭു ശങ്കരൻ വ്ലോഗ് എന്ന് പറഞ്ഞിട്ട് ഇവർക്കൊരു യൂട്യൂബ് ചാനലുണ്ട് കേട്ടോ. അതിൽ ഏകദേശം ഇത് കടയുടെ മാത്രമല്ല, അവരെ രീതിയിൽ കുറേ സംഭവങ്ങൾ അതിൽ ചെയ്യുന്നുണ്ട്. സബ്സ്ക്രൈബ് ചെയ്യണം, ഓക്കെ, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. ഒരു റിക്വസ്റ്റാണ് ശംഭു ശങ്കരൻ. അതിനോടൊപ്പം തന്നെ നമ്മളെ ചാനലും ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയറും ചെയ്യണം. അറിയാമല്ലോ, ഓക്കെ. നിങ്ങളാണ് നമ്മുടെ വിജയം. ഇത് എങ്ങനെയാണ് ഇത് പറ്റണത് എനിക്കറിഞ്ഞൂടാ. 100 ചിക്കൻ വരെ 130, ചിക്കൻ വരെ 100, കപ്പ 30. ഈ സംഭവം ഒന്നുമില്ലെങ്കിലും ഈ നാടൻ കോഴി ചിക്കനാണ്. മറ്റേതിനേക്കാളും ഇരട്ടി പൈസ ഉള്ള സാധനമാണ്. ഇത് അവരെങ്ങനെ അവിടെ ഒപ്പിക്കണമെന്ന് എനിക്കറിയില്ല. മണമില്ലുണ്ടോ? മണം മസാലയും മറ്റേ കടുവരത്തിന് സവാളയും ബാക്കി ചതപ്പെല്ലാം ഇട്ടിട്ട് ഈ സാധനം ഇട്ട് വെള്ളം വെച്ച് അടച്ചു വയ്ക്കും. ശരി. അപ്പോൾ തുറന്നിട്ട് വെള്ളം വറ്റിച്ച് ഇതൊക്കെ വേറെ സ്റ്റൈലാണ് ചെയ്യണം. നമ്മൾ പറയുമ്പോൾ എടുത്തിട്ട് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റില്ല. 3 സ്റ്റേജാണ്. 3 സ്റ്റേജ്. ആദ്യം മസാല ചേർത്ത്, രണ്ടാമത് തോരൻ്റെ ചേർത്ത്, അത് അങ്ങനെ ഇട്ടു കുറച്ച് നേരം ആവി കയറി അത് വെന്ത് അത് കഴിഞ്ഞ് ഒരു ഇളക്കിളക്കി ഇനി ഇളക്കിൽ ഇങ്ങനെ തുറന്നിട്ട് വേവിക്കുകയാണ്. അപ്പോൾ ആ വെള്ളം പറ്റും, തോരനാവും. ആ വെള്ളം പറ്റി തോരനാവാനാണ് തുറന്നിടുന്നത്. അടച്ചിട്ടാൽ പിന്നെയും വെള്ളം വീഴുന്നുകൊണ്ടിരിക്കും. ആവി കണ്ടോ? സെറ്റപ്പ് കണ്ടോ? മരിച്ചിനി ഒരു എത്ര സമയം നല്ല ഒന്നും ചെയ്യില്ല, വെള്ളം ചേർത്തിട്ടില്ല. മരിച്ചിനി കൊണ്ടുവന്നിട്ട് ഒരു ആയുധം ഇതാണ് കണ്ട, സാധനം കണ്ട. പിന്നെ ഒരു ആയുധം എന്താ കിടക്കണം, അതുകൂടെ ഞാൻ വേണേൽ വെച്ച് കയ്യിൽ വെച്ച് തരാം. തുടുപ്പ് കണ്ട, ഈ രണ്ടുമാണ് ആയുധം. നമ്മൾ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. ആ ചേച്ചി ഇലയിടുകയാണ്. ഫസ്റ്റിൽ നമുക്കാണ് തന്നത്. നമ്മൾ ഒരുപാട് നേരത്തെ വന്ന് നല്ല എടുത്തല്ലോ. നല്ല കുത്തരി ചോറ് കഴിക്കേണ്ടി വരും രാവിലെ. ഇത് ഗ്രേവി കൂടെ ഒഴിക്കും ചേച്ചി, കൂടെ ഒഴിക്കും. അച്ചാറ്, സലാഡ്. സ്പെഷ്യൽ ഐറ്റംസ് ആണ് ഇതൊക്കെയാണ്. ഈ സലാഡ്, അച്ചാർ, ഇനി തോരൻ. തോരൻ വന്നു, ഗ്ലോസ് സാധനം വന്നു. നല്ല ചൂടാണ്. കഞ്ഞിവെള്ളമാണ് ഒഴിക്കുമാ മതി. കഞ്ഞിവെള്ളം, ചോറ്, കപ്പ, സലാഡ്, അച്ചാറ്, ഇതാണ് തോരൻ. ഇതാണ്, ഇത്രേ ഉള്ളൂ. മതി, ഇത് മതി, ധാരാളം, സൂപ്പർ. അപ്പോൾ നമ്മൾ നിൽക്കുന്ന സ്ഥലം ആറനാട് കോട്ടയ്ക്കകത്തുള്ള ശംഭു ശങ്കരൻ. അറിയാമല്ലോ, വളരെ ഫേമസ് ആണ്. അതിൻ്റെ മെയിൻ ആൾ ഇതാ നിൽക്കുന്നത്. 2 പേര്, ഒരു മക്കൾ, ഇത് മോള്, ഇത് മരുമോൾ. ഇപ്പോൾ പുള്ളിയാണ് എല്ലാം ചെയ്യുന്നത്. നേരത്തെ നമ്മൾ വന്ന സമയത്ത് പുള്ളിയാണ് പാചകം ചെയ്തുകൊണ്ടിരുന്നത്. ഞാൻ ഷർട്ടിടാത്തിൽ എടുക്കണ്ടെന്ന് പറഞ്ഞു. ഇപ്പോൾ ഷർട്ടൊക്കെ ഇട്ട് കുട്ടപ്പനായിട്ട് വന്നിരിക്കുകയാണ്. ഇനി ഈ ശംഭു ശങ്കരൻ്റെ പേരുള്ള 2 പേരുണ്ട്. അവർ വരില്ല. ഇവർ മക്കളാണ്, 2 +2 പഠിക്കുന്ന പയ്യന്മാരാണ്. 2 വരില്ല. കിടിലങ്ങളാണ്, 2 കിടിലോസ്കി പയ്യന്മാരാണ്, വരുന്നില്ല. ഇവരാണ് എൻ്റെ ഫുഡ് കഴിച്ചു. സൂപ്പറായിരുന്നു. ചേച്ചിരുന്ന പാർസൽ മജിട്ട് പോവുകയാണ്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കണും വെക്കണം, ബെല്ലൈക്കണം അമർത്തുക. ഓക്കെ, ശരി. അടുത്തൊരു വീഡിയോയുമായിട്ട് ഞാൻ വരുന്നതായിരിക്കും. ഗുഡ് ബൈ. ഞാൻ തന്നെ ഫുഡിനെ പറയേണ്ട കാര്യമില്ലല്ലോ. ഫുഡിന്റെ നമ്മളാ ഫുഡോളി പുതിയ പേര് വിട്ടെനിക്ക് അറിഞ്ഞുകൂടാ. എനിക്ക് വേണ്ടിയിട്ട് ആ സമയം സ്പെൻഡ് ചെയ്ത ഒരു അടിപൊളി അടാറ് ബിരിയാണി ഉണ്ടാക്കിയതിന് വളരെയധികം. അപ്പം അങ്ങോട്ട് പോവാം. എത്ര ചേച്ചി? 780. ബാക്കി പൈസ തരണം. ബാക്കി പൈസ പറ്റിട്ട് പോകുള്ളൂ. ഫുഡ് അടിപൊളിയായിരുന്നു. അപ്പോൾ ഞാൻ വിളിച്ചപ്പോൾ എല്ലാവർക്കും പാർസൽ വേണമെന്ന് പറഞ്ഞു. അപ്പം എല്ലാവർക്കും ഇത്രയും പാർസൽ വരുന്നു. ഓക്കെ, ഇറങ്ങിയാൽ